ഇതിപ്പോൾ നമ്മളിപ്പോൾ ഈ ഇങ്ങനെ ഒരു ചായക്കട ഇട്ടത് എന്താ വെച്ചാൽ പുതിയ തലമുറയ്ക്ക് നിങ്ങൾ ഈ പറഞ്ഞതും നമ്മൾ ഈ ചെയ്യുന്നതും ഒക്കെ അടുത്തൊരു ജനറേഷൻ ഓർത്തു വയ്ക്കാനാണ്. എനിക്ക് തോന്നുന്ന കാര്യം നമ്മളിപ്പോൾ ഓണക്കാലത്ത് ഒരു ചിന്തയായതുകൊണ്ട് പറയാം. ഇപ്പോൾ 5 സ്റ്റാർ എന്ന് പറഞ്ഞത് സാധാരണക്കാരൻ്റെ സ്വപ്നമാണ്. എന്നെ പറഞ്ഞ എന്നെ നിങ്ങൾ തിരുത്തിയല്ലോ, ഇത് തന്നെ മതി. പക്ഷേ ഇപ്പോൾ സാധാരണക്കാരൻ ചിന്തിക്കുന്നത് 5 സ്റ്റാറിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാനാണ്. 5 സ്റ്റാറിൽ സ്ഥിരമായി ഭക്ഷണം കഴിക്കാൻ എന്നവൻ വിചാരിക്കുന്നത് കപ്പയും മീനും തന്നെ അല്ല. ഇപ്പൊ 5 സ്റ്റാറിൽ ഒരു ഐറ്റമാണ് ഒരു കപ്പ. ആ കപ്പയുണ്ടാവും, പിന്നെ മത്തി ഉണ്ടാവും. മത്തി ഇതുപോലെ ഭക്ഷണം വന്ന് ഇന്ന് വലിയവന്റെ ഭക്ഷണം കപ്പ മത്തിയായി. വിവാഹ അതായത് പാവപ്പെട്ടവൻ ന്യൂഡിൽസ് ആഗ്രഹിക്കുന്നു, അവര് കപ്പയും മത്തിയും കഴിക്കും. അല്ല, അത് മാത്രമല്ല വേറെ ഈ 5 സ്റ്റാറൊക്കെ കയറുമ്പോല്ലേ, ഒരു നാട്ടിൻപുറത്തെ പാവപ്പെട്ടവൻ 5 സ്റ്റാറിൽ കയറുമ്പം ആദ്യം ഡോർ കൊടുക്കുമ്പോൾ ഇവനെ സ്വീകരിക്കുന്ന ആരാ? തലപ്പാവ് വെച്ച ആള് സെല്യൂട്ട് ചെയ്ത് സ്വീകരിക്കുക. അവന്റെ ജീവിതത്തിൽ വലിയ സെല്യൂട്ടാ കിട്ടുന്നത്. കേസ് അവിടെ തുടങ്ങുന്നു, അവിടുന്ന് ആ ചൂഷണം ആരംഭിക്കുന്നത്. അവന്റെ മനസ്സിനെ പിടിച്ചെടുത്ത് ചൂഷണം ആരംഭിക്കുക. അത് വലിയ കച്ചവടം. അത് എത്ര കാശാണ്? നിങ്ങൾ 5 സ്റ്റാറിൽ പോയി ഭക്ഷണം കഴിക്കാൻ തോന്നുന്നത് എത്ര കാശാ? പക്ഷേ പഴയതിലെ നന്മയിലേക്കുള്ള ഒരു തിരിച്ചുവരവുണ്ടോ എന്നൊരു തോന്നുക. കാരണം ഇപ്പം വലിയ വിവാഹ ചടങ്ങുകൾക്കൊക്കെ തന്നെ ഇതുപോലത്തെ ചായക്കടകൾ ഉണ്ടാക്കിയിട്ട് അവിടെ പഴയതിലെ നന്മകളിലേക്കുള്ള ഒരു തിരിച്ചു വരവിന് സമൂഹം ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ സമൂഹം അതിന്റെ ഒരു ഉദാഹരണമാണല്ലോ ഇത്. ഇപ്പൊ നേരത്തെ ഷൂട്ടിന്റെ കാര്യം പറഞ്ഞില്ലേ, അവിടെ ഒരു സങ്കല്പം അത് പോകേണ്ടി വരത്തില്ല. അല്ലെങ്കിൽ ഈ പൈസ ചായയുണ്ട്. പിന്നെ നമ്മൾ ഇനി വിശ്വസംഗീതത്തിനെ കുറിച്ച് ചർച്ച ചെയ്യും. നല്ല എരിവ് ഉണ്ടെന്നുള്ളത് മനസ്സിലായി. എരിവ് മാത്രമല്ല പുളിയുമുണ്ട് ഇവിടെ. കട്ടൻ ചായയാണ് വേണ്ടത്, പാലൊഴിച്ച ചായ, നമുക്കൊരു ചായ കൂടെ ആദ്യം. കൊല്ലം സ്റ്റൈലാണോ? കൊല്ലം സ്റ്റൈൽ കൊടുക്കണ്ട. പുള്ളി വിശ്വപൗരനാക്കി മാറ്റിക്കൊണ്ടില്ല. വിശ്വപൗരൻ മാത്രമല്ല, വിശ്വസംഗീതത്തിന്റെ ആളാണ്. ഞാൻ പണ്ട് പറഞ്ഞല്ലോ, കലാപരിപാടി നടത്തിയിരുന്ന കാലത്ത് ഇപ്പോഴുണ്ട് ഞങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്. എന്താ പറയാ, സംഗീതമാണ് നമ്മുടെ പരിപാടി കുരിപ്പുഴയിൽ അത് ഇവർക്ക് അറിയില്ല. നമ്മുടെ നാസറിന്റെ നവോദയയിൽ തീർച്ചയായിട്ടും ഞാനത് ലോകപ്രസിദ്ധ സംവിധായകൻ. അദ്ദേഹം അല്പസമയം കേൾക്കാന്ന് മുഴുവൻ നടക്കണ്ട കണ്ടപ്പോ അതെ. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ പറഞ്ഞു, ജയരാജന്റെ പരിപാടികളെന്ന് പറഞ്ഞാൽ കേൾക്കുന്നവന് മടുപ്പില്ല, അവൻ അവിടെ ഇരിക്കും. എന്തൊരു വാഗ്വിലാസം. അനുഗ്രഹീത കലാകാരൻ. ഏറ്റവും വലിയ അവാർഡായിട്ട് ഞാൻ കരുതുന്നത് മൃണാൾദ അവിടെ എന്നിട്ട് പറഞ്ഞു, ഇതൊരു അസാമാന്യ കലാപ്രതിഭയാണല്ലോ എന്ന് തിരിച്ചു വരുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു. പിന്നെ അത് 90 വയസ്സ് കഴിഞ്ഞ ആളാണേ. ഇവരെ ഇറങ്ങാൻ നിൽക്കായിരുന്നു ലൈബ്രറി. എന്താ സ്ഥലത്തിന്റെ പേര്? നവോദയ. നവോദയ. നല്ല പേരുമായിരുന്നു. നീരാവിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ലൈബ്രറി. സാർ അപ്പോ അത് കഴിഞ്ഞ് ഇവര് പ്രസംഗം കഴിഞ്ഞ് പോവാൻ നിൽക്കായിരുന്നു. അപ്പോഴാണ് ഞാനിങ്ങനെ അനൗൺസ് ചെയ്ത്. വറുത്തത് കഴിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ബെറ്റി പ്രശ്നം ഉണ്ടാക്കും. ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പഴം എടുക്കട്ടെ. പഴം പഴം എടുക്കാം. ഞാലിപ്പൂവനാണ്. പാട്ടുണ്ട്. ആ പാട്ട് ഓർമ്മയുണ്ടല്ലേ സാർ? അതായത് ഇപ്പോഴത്തെ പാട്ട് പൈനാപ്പിൾ പെണ്ണെ, ചോക്ലേറ്റ് പീസ് എന്നൊക്കെയാണ്. ഈ പാട്ട് വ്യവസാവ് പറഞ്ഞപ്പോൾ അസാധ്യ പാട്ടത്. ഞാലിപ്പൂവൻ വാഴപ്പൂ പോലെ, ഞാറ്റുവേലക്കുളിരു പോലെ, ഞാനിന്നൊരു നാടൻ പെണ്ണിൻ നാണം പൊത്തിയ മിഴി കണ്ടു. അസല് പാട്ടാണ് ദേവരമേഷ പാട്ട്. അപ്പോൾ നമുക്ക് കുറച്ചേരം സംഗീതത്തിനെ കുറിച്ച് പറയാം. ഈ നമ്മുടെ രവിയേട്ടൻ്റെ നാട് എന്ന് പറഞ്ഞാൽ കണ്ണൂർ, അവിടെയാണല്ലോ ഈ പാട്ടിന്റെ ഏറ്റവും വലിയ സംഗീത സംവിധായകൻ രാഘവൻ മാഷ്. നമ്മുടെ ചെറുപ്പകാലത്ത് എന്തൊരു ആവേശമായിരുന്നു. രാഘവൻ മാഷ് ഓണക്കാലത്ത് ഭാസ്കരൻ മാഷും രാഘവൻ മാഷും. അല്ല, അന്ന് ബേബി സഖാവേ അന്നത്തെ ഏർപ്പാടെന്ന് അറിയാം. ചെറുപ്പക്കാരെ പാട്ടിന് കായലരിഞ്ഞപ്പോ അതും ഒരു ചായക്കടയിലാണ്. എന്റെ ഞാനിപ്പോ താമസിക്കുന്ന വീടിന്റെ തൊട്ടടുത്ത പശ്ചാത്തലമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ബുൾബുൾ എന്ന് പറയുന്ന. ഇപ്പൊ ഇല്ലത് ഇങ്ങനെ കൊട്ടിയിട്ട് ഒരു ചായക്കടയുടെ പുറത്തിരുന്നിട്ട് നാടൻ സീരിയൽ അന്ന് പാടിയ പാട്ടില്ലേ, ആ പാട്ട് ചെറുപ്പക്കാർക്ക് ഹരമായിരുന്നു.
അത് പാടണം. സുന്ദരി അല്ല പാടണത് കായലരികത്ത് വലയെറിഞ്ഞപ്പം വളകിലൂക്കിയ സുന്ദരി പെണ്ണ് കെട്ടിന് കുറിയെടുക്കുമ്പം ഒരു നെറുക്കിന് ചേർക്കണേ. അതിനകത്ത് അന്നത്തെ കേരളത്തിന്റെ ഒരു തുടിപ്പുണ്ടായിരുന്നു, നമ്മുടെ നാട്ടുഭാഷയുടെ പ്രയോഗം. അത് ഭാസ്കരൻ മാഷയെ പോലെ അത് ആരും എഴുതിയിട്ടില്ല. അതിനകത്ത് ഈ മറ്റേ കയ്യിലും കുത്തി നടക്കുക, അതെ, കോട്ടയത്ത് പറയില്ലേ, വെറുതെ ഒരു പണിയില്ലാണ്ട് വെറുതെ ഇരിക്കണേന്ന്. ആ, കയ്യിലും കുത്തി നടക്കുക, വേറെയാണ് വിചാരം. മാത്രല്ല അന്നത്തെ ചെറുപ്പക്കാരെ ചോദ്യം തന്നെയാ, ഒരു ഞെറക്കിന് ചേർക്കണേ, പെണ്ണ് കെട്ടിന് കുറിയെടുക്കുമ്പോ ഒരു ഞെറക്കിന് ചേർക്കണേ. ഈ ഐ ലവ് യു എന്നൊക്കെ പറയുന്നില്ലേ, എന്നാ വിട്ടേക്കര് എന്നൊക്കെ പറയുന്നില്ലേ, അതിന്റെ ഒരു വേറൊരു പതിപ്പാ അത്. നാടൻ ഭാഷയെ പറയാ ഒരു ഞെറക്കിന് ചേർക്കണേ, ഒരു നിറക്കിന് ചേർക്കണേ എന്നുള്ളത് പിന്നെ മാറി മാറി ഇപ്പൊ വന്നിട്ട് ഐ ലവ് യു ഡാ, ഡൂ ഡാ എന്നാണ് ഒരു പുതിയ SMS കണ്ട ഡൂ ഡാ. അതിന് പല അർത്ഥതലങ്ങളുണ്ട്. അപ്പൊ ഈ രാഘവൻ മാഷും ഭാസ്കരൻ മാഷും കൂടിയാണ് അങ്ങനെ ഒരു കേരളം ഉണ്ടാക്കുന്നത് പാട്ടിന്റെ. ഈ ഓണത്തിന് ഒരുപാട് പാട്ടുണ്ട് സാറേ, എത്രയോ പാട്ടുണ്ട്. പക്ഷേ 4-5 തുമ്പ കൊണ്ട് മാനത്തൊരു പൊന്നോണം എന്നൊക്കെ പറയുമ്പോ പിന്നെയോ അല്ലെ, നാഴിയുരിപ്പാല് കൊണ്ട് നാടാകെ കല്യാണം, 4-5 തുമ്പ കൊണ്ട് മാനത്തൊരു പൊന്നോണം, മാനത്തൊരു പൊന്നോണം. അപ്പൊ ഇന്ന് എവിടെയായിരുന്നു ഭാസ്കരൻ മാഷെ കുറിച്ച് പറഞ്ഞപ്പം ഇതുപോലുള്ള ഒരുപാട് പൊന്നരിവാൾ അമ്പിളിയിൽ കണ്ണറിയുന്നോളെ. ഈ ഭാസ്കരൻ മാഷ് നമ്മുടെ വയലാറിനെ പറ്റി പറയാത്ത എന്താ? വയലാറിനെ പോലെ ഒരു സംഗീതം പറഞ്ഞ കറക്റ്റാണ്. ഇതിൽ ഒരാളെ കുറിച്ച് പറഞ്ഞാൽ മറ്റു രണ്ടുപേരെ കുറിച്ച് തുടർന്ന് പറയാം. എനിക്കൊരു വ്യത്യസ്ത അഭിപ്രായം, ഇപ്പോഴത്തെ ഗാനങ്ങളുണ്ടല്ലോ, എന്തായിരിക്കും അറിയില്ല, അതിന്റെ മൂല്യം കുറഞ്ഞുകൊണ്ടോ ഒന്നും അറിയില്ല. മൂല്യം കുറവാണ് ഞാൻ പറയില്ല, പക്ഷെ മനസ്സിൽ തത്തിക്കളി, നമ്മളെ ചുണ്ടിൽ തത്തിക്കളി നിൽക്കുന്ന കവിതകൾ, പിന്നെ പാട്ടുകൾ കുറവാണ്, മനസ്സിൽ തങ്ങി നിൽക്കുന്ന പാട്ടുകൾ കുറവാണ്. അന്നത്തെ അതിന്റെ മൂല്യം ഇന്നത്തെ ഇല്ലാതെ പോയോ എന്നൊരു സംശയം. ആ മൂല്യത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ONV സാറിന്റെ മനോഹരമായ ഒരു പാട്ട് മാത്രം, എന്തിനീ ചിലങ്കുകൾ എന്തിനീ കൈവളകൾ എൻപ്രിയൻ എന്നരികിൽ വരില്ല എങ്കിൽ, ആശാന്റെ വരികൾ. കരുണയിൽ കുമാരനാശാന്റെ ചില പ്രയോഗങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ONV സാർ തീർച്ചയായിട്ടും കവിതയിൽ നിന്ന് ജനിച്ച വയലാറിന്റെ പാട്ടുകളിലെ തങ്കത്താഴിക കുടമല്ല, താരാപഥത്തിലെ രഥമല്ല, ചന്ദ്രബിംബം കവികൾ പുകഴ്ത്തിയ സ്വർണമയൂരമല്ല, ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കാനുള്ള എല്ലാ മരുന്നുകളും ഇവരുടെ കവിതകളിൽ ഉണ്ടായിരുന്നു. ശാസ്ത്രം മാത്രമല്ല, ഈ വയലാറിനെ കുറിച്ച് പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രചന പ്രളയപയോധിയിൽ ഉറങ്ങി ഉണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ. കാലത്തെ സംബോധന ചെയ്യുകയാണ്. പ്രപഞ്ചവും ഈശ്വരനും ഞാനും നിന്റെ പ്രതിരൂപങ്ങളല്ലേ. ടൈം സ്പേസ് റിലേഷൻഷിപ്പാണ് ഈ കവിതയായി ഗാനമായി. അത് ദേവരാജ മാഷ സംഗീതവും ദാസേട്ടന്റെ ആലാപനവും സാധ്യമാണ്. ഫിലോസഫിയാണ്. അല്ല, അതിന്റെ കൂടെ ഒന്നുണ്ട്, 17-14 ലോകത്തിന് ഒരു ഈശ്വരനുണ്ടോ ഇല്ലയോ, ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം, കണ്ടിട്ടുണ്ടോ. കുഴപ്പമുണ്ട്, ഈശ്വരനുണ്ടോ ഇല്ലയോ എന്നുള്ള സംശയം ഈ ചെറുപ്പക്കാരെ കൊടുത്താൽ അത് വലിയ അപകടം. അല്ല, ശരിക്കും വയലാറിന്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ രചനകൾ ഈശ്വരനുണ്ടെന്നുള്ള രൂപത്തിലായിരുന്നു. അതങ്ങനെ മാറ്റം സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അതിന്റെ പ്രധാനപ്പെട്ട ഭാഷ ഏറ്റവും ഇഷ്ടപ്പെട്ടതിനെ ചോദ്യം ചെയ്യാം. അല്ല, അതില് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആളുകളെ ചോദ്യം ചെയ്യാൻ. സോക്രട്ടീസ് എന്താ പറഞ്ഞത്? എല്ലാത്തിനെയും സംശയിക്കണം. ആ സംശയിച്ച് ചോദ്യം ചെയ്താണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയതും. നമ്മളിവിടെ നടക്കുന്ന ഈ ചർച്ച ഓണത്തിൻ്റെ നാളുകളിൽ ലോകത്തിൻ്റെ ഏത് കോണിലും ഇരിക്കുന്നവർ കാണാൻ പോവുകയാണ്. പക്ഷെ കുഴപ്പമില്ലാത്ത സഹാവി അവിടാണ് എൻ്റെ ഒരു ദുഃഖം അവിടാണ്. ആ ബേബി സഖാവ് പറഞ്ഞ ആശയം ഉൾക്കൊള്ളുന്ന യുവതലമുറ ഇപ്പോൾ ഇല്ലാതാവുന്നു. അതിനെ എങ്ങനെ നമ്മുടെ ചിന്തയിലേക്ക് കൊണ്ടുവരുന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. നമ്മളിവിടെ മാത്രമല്ല, ഈ സമൂഹം ചർച്ച ചെയ്യണം. അല്ല, അതിന് ഏറ്റവും വലിയ പ്രശ്നമാണ്. ഏറ്റവും വലിയ പ്രോത്സാഹനം PC കൊടുക്കുന്നുണ്ട്.
യു ഡി എഫിന്റെ ചീഫ് ഇപ്പൊ ആയിരിക്കുമ്പോ തന്നെ യു ഡി എഫ് നടക്കുന്ന പല അനീതികളെയും എത്ര ധീരമായിട്ടാണ് ചോദ്യം ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അല്ല, അതൊരു മാതൃകയാണ്. അല്ല, ഞാൻ പറയാം, ആ മാതൃക ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. ODF-ലെ പറയുന്ന പോലെ തന്നെ നിങ്ങളതും പറയുന്നുണ്ട്. അതെ, എനിക്ക് നമ്മുടെ ആവശ്യമില്ലാത്തതും പറയുന്നുണ്ട്. UDF-ന്റെ പറയുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ പ്രകടിപ്പിക്കുന്നത്. അത് മുന്നോട്ട് കൊണ്ടുപോകണം. അതുപോലെ പിന്നെ ചോദ്യം ചെയ്യണം എന്ന് പറഞ്ഞില്ലേ, അത് നമ്മളൊരു ഇഷ്ടപ്പെട്ടതിനെ ചോദ്യം ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഭഗവത്ഗീതയിൽ തന്നെ എല്ലാം കൃഷ്ണനും അർജുനും തമ്മിലുള്ള സംവാദങ്ങൾ മുഴുവൻ നടക്കുക. അർജുൻ ചോദ്യങ്ങൾ ഇങ്ങനെ തുടരെ ചോദിക്കുക. അവസാനം പിന്നെ ശ്രീകൃഷ്ണൻ പറയുന്നറിയോ, ഞാൻ പറയുന്നത് നീ മുഴുവൻ എടുക്കണ്ട, വിമർശൈ തദശേഷേണ. നീ വിമർശന ബുദ്ധിയാ ഇത്, പിന്നെ അതിൻ്റെ ന്യായത്തെക്കുറിച്ചും അന്യായത്തെക്കുറിച്ചും നീ ചർച്ച ചെയ്യുക, മനനം ചെയ്യുക. എന്നിട്ട് ഏതാണോ ശരി ആ ശരിയുടെ പക്ഷത്തേക്ക്. ഇത് ഉപനിഷത്തിൽ പറയുന്നുണ്ട്. തൈത്തരീയ ഉപനിഷത്തിൽ യാനി അസ്മാകം സുചരിതാനി താനി ത്വയോ പസ്യാനി നോ ഇതരാണി എന്ന് പറയുന്ന ഇതാണ്. പഠനം കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്നവരോട് ഗുരു പറയുന്നത്, നീ ഇവിടെ എൻ്റെ കൂടെ നിന്ന് ഞാൻ പറഞ്ഞത് കേട്ടും ഞാൻ പഠിപ്പിച്ചത് കേട്ടും ചുറ്റുപാടുമുള്ളതുമെല്ലാം കണ്ടും പലതും പഠിച്ചിട്ടുണ്ട്. നീ ബിരുദം നേടി ഇവിടുന്ന് പോകുമ്പോൾ നീ നിന്റെ സ്വന്തം വിശകലന ശേഷി ഉപയോഗിച്ച് പരിശോധിച്ച് നിനക്ക് ശരിയാണെന്ന് തോന്നുന്നത് കൂടെ കൊണ്ടുപോവുക. ബാക്കിയെല്ലാം ഇവിടെ ഉപേക്ഷിച്ചു പോവുക.